നമ്മൾ സദ്യ വിഭവങ്ങളിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി കറി എന്നൊക്കെ പറയുന്ന 101 കറികൾക്ക് സമമാണ് ഈ ഒരു കറി എന്നാണ് കേട്ടോ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എളുപ്പത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. തൈര് നിങ്ങളുടെ കയ്യിൽ കട്ടത്തൈര് ഉണ്ടെങ്കിൽ അതെടുക്കുക. കുറച്ച് തിക്കായിട്ടാണ് നമുക്ക് ഈ ഒരു കറി വേണ്ടത്. തൊട്ട് കൂട്ടാനുള്ള ഒരു കറിയല്ലേ, അപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം, ലൂസ് ആവരുത്. അപ്പോൾ ഞാൻ സാധാരണ തൈര് തന്നെ അരിപ്പയിൽ ഒഴിച്ചു വെച്ച് കുറച്ച് നേരം ഒഴിച്ചു വെച്ചാൽ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പോവും. എന്നിട്ട് ആ ഒരു കട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഇതാ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇത്രയും വലിയ പീസ് ഒരു 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെ ഫ്ലേവറാണ് കേട്ടോ ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇഞ്ചിയിൽ അത്യാവശ്യം എരിവുണ്ടാവും, അപ്പോൾ ഒരു പച്ചമുളക് തന്നെ മതി ഈ ഒരു അളവിലേക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. പുളി അതിൻ്റെ ആ ഒരു പാകത്തിൽ തന്നെ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ, വെള്ളം കൂടി പോകരുത്. ഇനി നമ്മളിതാ ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുത്തിട്ട് കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചതും ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചി തൈര് അല്ലെങ്കിൽ ഇഞ്ചി കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്